ദി അൺഓപ്പൺ റൂം ഓഫ് ദി ആൻസെസ്ട്രൽ ഹൗസ്. സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കാണ്. അവിടെ 100 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാടുണ്ട്. നാട്ടുകാരും ആ വഴിക്ക് പോകാറില്ല. പക്ഷേ ഒരു രാത്രി അവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞു. ഈ കഥ തുടങ്ങുന്നത് രവിയുടെ അനുഭവത്തിലൂടെയാണ്. നഗരത്തിൽ ജോലി ചെയ്തിരുന്ന രവി കുടുംബസ്വത്ത് ഭാഗം വെക്കാൻ വേണ്ടിയാണ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ തറവാട്ടിലെത്തിയത്. തറവാട്ടിലെ കാരണവർ മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. തെക്കിനിയിലെ ആ അവസാനത്തെ മുറി അതൊരിക്കലും തുറക്കരുത്. പക്ഷേ രവിക്ക് അത് വെറും അന്ധവിശ്വാസം മാത്രമായിരുന്നു. അവൻ ആ പഴയ താക്കോൽ കൂട്ടം കയ്യിലെടുത്തു. രാത്രി 12 മണി. തറവാടിന് ചുറ്റും വീടുകളുടെ കരച്ചിൽ മാത്രം. രവി ആ മുറിയുടെ മുന്നിലെത്തി. വാതിൽ തുറന്നപ്പോൾ പുറത്തേക്ക് വന്നത് മനം മടുപ്പിക്കുന്നൊരു മണമായിരുന്നു. പഴകിയ തുണികളുടെയും ചീഞ്ഞ മാംസത്തിൻ്റെയും മണം. മുറിക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുറിയുടെ മൂലയിൽ ഒരു പഴയ ആടാഭരണം കിടപ്പുണ്ടായിരുന്നു. രവി അത് കയ്യിലെടുത്തതും പുറകിൽ നിന്ന് ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടു. "നിനക്ക് ഇത് വേണോ?" രവി ഞെട്ടിപ്പോയി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ മുറിയുടെ വാതിൽ തനിയെ അടഞ്ഞു. തറയിൽ നനഞ്ഞ കാൽപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ കാൽപ്പാടുകൾക്ക് 3 വിരലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. ആരോ അവൻ്റെ കഴുത്തിന് ചുറ്റും തണുത്ത കൈകൾ ചുറ്റുന്നത് പോലെ അവന് തോന്നി. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കണ്ടത് ബോധരഹിതനായി മുറ്റത്ത് കിടക്കുന്ന രവിയാണ്. അവൻ പിന്നീട് ആ തറവാടിൻ്റെ പടി ചവിട്ടിയിട്ടില്ല. ഇന്നും ആ മുറി അവിടെയുണ്ട്. നിങ്ങൾ അവിടെ പോയാൽ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കാമെന്ന് ചിലർ പറയുന്നു. നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും അനുഭവമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അടുത്ത കഥയുമായി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.